ഹായ് ഹലോ ഗുഡ് മോർണിംഗ്. ഇന്ന് മഴ കാരണം കളക്ടർ ലീവ് കൊടുത്തു. മഴ നന്നായിട്ട് പെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും ഒരുപാട് സ്ഥലത്ത് വെള്ളം കയറിയിട്ടുണ്ട്. എല്ലാവരും സേഫായിട്ട് തന്നെ ഇരിക്കുക. ഇന്ന് ഞങ്ങളെല്ലാവരും ഒരുപാട് ലേറ്റായിട്ടാണ് തോന്നിയിട്ടത്. ഇന്ന് സ്കൂളില്ലെന്ന് അറിഞ്ഞപ്പോൾ വീണ്ടും അവിടെ തന്നെ കിടന്നു. സ്കൂളില്ലാത്തപ്പോഴാണല്ലേ നമ്മളെല്ലാവരും കിടക്കും. ഇപ്പോൾ അല്ലെങ്കിൽ ലഞ്ചും സ്നാക്സൊക്കെ ആയിട്ട് അങ്ങനെയൊക്കെ ഒരു തിരക്കിലായിപ്പോകും. അപ്പോൾ പിന്നെ ഇന്ന് അവിടെ തന്നെ കിടന്നു. അപ്പോൾ എൻ്റെ കൂടെ ഇപ്പോൾ എൻ്റെ മോള് എണീറ്റ് വന്നിട്ടുണ്ട്. അങ്ങനെ അവളെ വലിയ തേപ്പൊക്കെ കഴിഞ്ഞിട്ട് നേരെ പോയത് ചായ കുടിക്കാനാണ്. ഉമ്മ അടുക്കളയിൽ ചായയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. നല്ല ഓട്ടടയും ഗ്രീൻ പീസ് കറിയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ മോളേക്കും കൊടുത്ത് ഞങ്ങളെല്ലാവരും ചായയൊക്കെ കുടിച്ചു. ഇന്ന് മോൻ സ്കൂളില്ലാന്ന് പറഞ്ഞപ്പോൾ അവിടെ തന്നെ കിടത്തി അവിടെ. അപ്പോൾ അവനിന്ന് കുറച്ച് നേരം അവിടെ കിടക്കട്ടെ എന്ന് വിചാരിച്ചു. അപ്പോൾ ഉമ്മ അവനക്ക് ഇന്ന് സ്നാക്സിനായിട്ട് ഉണ്ണിയപ്പം ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. നല്ല ടേസ്റ്റ്, നല്ല സോഫ്റ്റായിട്ടുള്ള ഉണ്ണിയപ്പമായിരുന്നു. അപ്പോൾ അത് രണ്ടെണ്ണം എടുത്ത് കഴിച്ചിട്ടുണ്ടായിരുന്നു. പോയത് അടുക്കളയിലേക്കാണ് കൊണ്ടു. അപ്പോൾ ഇന്ന് ഏട്ടൻ്റെ വകയാണ് ഫുഡ്. അപ്പോൾ ഏട്ടൻ ഇന്ന് പോവും. അവൻ ചിക്കൻ പൊരിക്കാമെന്ന് പറഞ്ഞാൽ അതിലേക്കുള്ള മസാലയൊക്കെ ഒന്ന് റെഡിയാക്കി, ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകൊക്കെ ഒന്ന് മിക്സിയിലിട്ടൊന്ന് അടിച്ചെടുത്ത് അതിലേക്ക് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, ഉപ്പ് അങ്ങനത്തെ ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്ത്. അവനക്ക് നല്ല എരിവ് വേണം. ഏട്ടൻ നന്നായിട്ട് കുക്ക് ചെയ്യും. അവൻ ഓൾറെഡി ഹോട്ടലാണുള്ളത്. അപ്പോൾ അങ്ങനെ നല്ല കുക്ക് ചെയ്ത് പരിചയമുണ്ട്. അപ്പോൾ അവന് ചിക്കനുള്ള ദിവസം എന്നും പൊരിക്കുകയാണെന്നുണ്ടെങ്കിൽ അവൻ തന്നെ മസാല ഏറെയും കൂട്ടൽ. അപ്പോൾ അവനക്ക് നല്ല എരിവ് വേണം. പ്രത്യേകിച്ച് ഞങ്ങളുടെ വീട്ടിൽ എല്ലാവർക്കും എരിവിൻ്റെ ആൾക്കാരാണ്. മസാലകളെല്ലാം ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ട് ഒരു അരമണിക്കൂറിന് മേലെ ഇത് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായി. അങ്ങനെ എൻ്റെ നാത്തൂന് ചിക്കൻ കറി ഉണ്ടാക്കുന്നുണ്ട്. കറി ഉണ്ടാക്കാൻ നേരത്താണ് ഉള്ളി ഇല്ലെന്ന് പറഞ്ഞത്. അപ്പോൾ അത് വേഗം കൊണ്ടുവന്നതിന് ശേഷമാണ് പിന്നെ ഉണ്ടാക്കിയത്. അപ്പോൾ ഇത് ഉമ്മ പയറൊക്കെ അരിഞ്ഞ് ഉപ്പേരി ഉണ്ടാക്കാൻ റെഡിയാക്കി. അപ്പോൾ നാത്തൂന് വേഗം ചിക്കൻ എടുത്ത് പൊരിക്കാനൊക്കെ വെച്ച്. അപ്പോൾ ഇന്ന് ഞങ്ങൾക്കൊരു കല്യാണം ഉണ്ട്. ഭയങ്കര മഴയാണ്. ലീവ് കറക്റ്റ് കൊടുത്തൊന്നും വെറുതെ ആയില്ല. സാധാരണ കറക്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ അന്ന് വെയില. അങ്ങനെ ഞങ്ങളെല്ലാവരും 12:30 ആയപ്പോൾ തന്നെ ഫുഡ് അയച്ചു. ഏട്ടൻ 2:30 പോകും. 2:30ക്കാണ് ട്രെയിന്. അപ്പോൾ എനിക്കൊരു കല്യാണം ഉണ്ട്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് അവൻ്റെ കൂടെ ഒന്ന് ഫുഡ് അയച്ച് നേരെ കല്യാണത്തിന് പോവുകയാണ് ഞങ്ങളെല്ലാവരും. കല്യാണത്തിന് ഒരുപാട് ലേറ്റ് ആയിക്കണേ. ഏകദേശം ഒരു 2 മണി അതിൻ്റെ അടുത്തായി കല്യാണത്തിന് പോകുമ്പോൾ. അപ്പോൾ ചെമ്മാട് ഗ്രീൻലാൻഡിൽ വെച്ചായിരുന്നു കല്യാണം. ഞങ്ങൾ ചെന്നപ്പോൾ തന്നെ ഏകദേശം എല്ലാവരും ഫുഡ് കഴിച്ച് കഴിഞ്ഞു. അങ്ങനെ വേഗം ഫുഡൊക്കെ കഴിച്ചിട്ട് വീണ്ടും ഇറങ്ങി. അങ്ങനെ ഞങ്ങൾ തിരൂരൊരു ചായ കുടിക്കാമെന്ന് വെച്ചിട്ട് പോയതാണ്. ഇൻസ്റ്റഗ്രാമിൽ കണ്ടൊരു റീലുമേ വെച്ച് പോയതാണ്. മഴ ആയതുകൊണ്ട് ഇപ്പോൾ തോടും പുഴയൊക്കെ നന്നായിട്ട് നിറഞ്ഞിട്ടുണ്ട്. അപ്പോൾ മീൻ പിടിക്കാനൊക്കെ എല്ലായിടത്തും മീൻ പിടിക്കാനും വലയൊക്കെ വീശിക്കാണ്ട് അങ്ങനെ ഞങ്ങൾ നേരെ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ നല്ല അടിപൊളി സ്ഥലമാണ് അവിടെ, പാടങ്ങളൊക്കെ ആയിട്ട്. അപ്പോൾ ഇതാണ് ഞങ്ങൾ പറഞ്ഞ ചായക്കട. ഒരു ഇൻസ്റ്റഗ്രാമിൽ റീൽ കണ്ടു പോയതാണ്. ഞങ്ങൾ വിചാരിച്ചത് വേറൊരു ചായക്കടയായിരുന്നു. ഞങ്ങൾ വിചാരിച്ചത് തുറന്നിട്ടില്ല. അപ്പോൾ പിന്നെ ഇവിടെ കയറി, വയൽ രുചി എന്നാണ് ഇതിൻ്റെ പേര്. അപ്പോൾ അവിടെ കയറി നല്ല ചൂടുള്ള സമൂസ ഒക്കെ കഴിച്ചു. അപ്പോൾ അവിടെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോൾ ആയത് നേരെ ഞങ്ങൾ ചൂടോടുള്ളത് സമൂസ ഒക്കെ കഴിച്ച് കണ്ട് അവിടുന്ന് തൊട്ടടുത്ത് തന്നെ നല്ല ഉപ്പിലിട്ട കടകളൊക്കെ ഉണ്ടായിരുന്നു. അവിടുന്ന് നല്ല ഉപ്പിലിട്ടതൊക്കെ വാങ്ങിയിട്ട് നേരെ പോന്നു. ഇതൊക്കെയാണ് അവിടെ നിന്ന് വാങ്ങിയത്. നല്ല മാങ്ങ, നെല്ലിക്ക, പേരക്ക, ഇതൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഉപ്പിലിട്ടത്. എന്നിട്ട് നേരെ നാട്ടിലേക്ക് തിരിക്കുന്നവർ ഒരു പള്ളിക്കുളം കണ്ട് അവിടെ നിർത്തി. അവിടെ നിന്ന് മോനെ നീന്തം പഠിപ്പിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് പഠിപ്പിക്കലും തുടങ്ങി. അവർ രണ്ടാളും കുളിച്ചൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് പിന്നെ പോകുന്നത്. ഇവർ എവിടെ വെള്ളം കണ്ടാലും അവിടെയൊക്കെ ചാടി കുളിച്ചിട്ടേ ഇവർ പോരുള്ളൂ. അങ്ങനെ പിന്നെ മഴയൊക്കെ പെയ്ത് ഞങ്ങൾ വേഗം അവിടെ നിന്ന് ഇറങ്ങി. അങ്ങനെ പോകുന്ന വഴി എൻ്റെ നാത്തൂൻ്റെ വീട്ടിലൊക്കെ ഒന്ന് പോയിട്ടുണ്ടായിരുന്നു. അവിടുത്തെ ക്ലിപ്പൊന്നും ഞാൻ എടുത്തിട്ടില്ല. അങ്ങനെ ഇതൊക്കെ തന്നെ ഇന്നത്തെ എൻ്റെ വീഡിയോ. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ എല്ലാവരും സപ്പോർട്ടാക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ ബൈ, ടാറ്റാ.